ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18 അധ്യായം 28 29 വാക്യങ്ങൾ. യോഹന്നാൻ 18 28 29 വാക്യങ്ങൾ. പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യാഫാവിന്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു. ഈ മനുഷ്യന്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശുവിനെ വിചാരണ ചെയ്യുന്നത് സംബന്ധിച്ചുള്ള നാടകീയത വ്യക്തമാക്കുന്ന വേദഭാഗമാണ് ഇത്. യേശു പീലാത്തോസിന്റെ മുൻപാകെ ന്യായം വിസ്തരിക്കപ്പെടുന്നതാണ് പ്രതിപാദ്യം. 28 വാക്യം മുതൽ 32 വാക്യം വരെ അതാണ് നമ്മൾ കാണുന്നത്. വെള്ളിയാഴ്ച അതിരാവിലെ കയ്യാഫാവിന്റെ വീട്ടിൽ നിന്നും പീലാത്തോസിന്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്നു. യഹൂദിയുടെ 5ാമത് റോമ ഗവർണറായിരുന്നു പീലാത്തോസ്. എന്നാൽ പീലാത്തോസിന്റെ വാസസ്ഥലത്തിന്റെ പരിധിയിലേക്ക് യഹൂദന്മാർ പ്രവേശിച്ചില്ല. അത് പെസഹ നാളുകൾ ആയിരുന്നു. മതപരമായ അനുഷ്ഠാന നിയമങ്ങൾ അനുസരിച്ച് വിജാതീയ വാസസ്ഥലങ്ങളിലേക്ക് അവരെ പ്രവേശിച്ചുകൂടാ. ആചാരാനുഷ്ഠാനപരമായ ബാഹ്യ ശുദ്ധീകരണ നിയമങ്ങളെക്കുറിച്ച് യഹൂദന്മാർ വളരെയധികം നിർബന്ധമുള്ളവരായിരുന്നു. എന്നാൽ ആന്തരികമായ ശുദ്ധി അവർക്ക് അത്ര ബാധകമായിരുന്നില്ല. നമുക്കറിയാം, വളരെയധികം അശുദ്ധമായ മനസ്സുമായി അവരവിടെ നിൽക്കുന്നു. മതപരമായ ബാഹ്യ വിശുദ്ധി കൃത്യമായി പാലിക്കുമ്പോൾ തന്നെ ആന്തരികമായി ദൈവപുത്രനെ ക്രൂശിക്കുന്നതിന് ഒരുങ്ങുന്ന ഏറ്റവും ഹീനമായ കാര്യത്തിന് അവരെ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഹൃദയ വിശുദ്ധീകരണം കൂടാതെ ബാഹ്യമായ മതാനുഷ്ഠാനങ്ങളിൽ തൽപരരാകുന്നത് ഒരുതരം തട്ടിപ്പാണ് എന്ന് നമുക്കറിയാം. മറ്റൊന്ന്, യേശു പൂർണ്ണമായും നിഷ്കളങ്കനാണെന്നും കുറ്റക്കാരനല്ലെന്നും പീലാത്തോസിന് ബോധ്യമുണ്ടായിരുന്നു. വധശിക്ഷയ്ക്ക് യേശുവിനെ വിധിക്കുന്നതിന് അയാൾ ആഗ്രഹിച്ചില്ല. ആദ്യം യേശുവിനെ ന്യായം വിസ്തരിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞിരിക്കാൻ അയാൾ ആഗ്രഹിച്ചു. അത് സാധിക്കാതെ വന്നപ്പോൾ പെരുന്നാൾ സമയത്ത് തടവുകാരനെ വിട്ടയക്കുന്ന രീതി ഉപയോഗിച്ച് യേശുവിനെ സ്വതന്ത്രനാക്കി അയക്കാൻ താല്പര്യപ്പെട്ടു. അതും സാധിക്കാതെ വന്നപ്പോൾ യേശുവിനെ അടുപ്പിച്ച് വിട്ടയക്കാൻ ശ്രമിച്ചു. ഈ പരിശ്രമങ്ങളെല്ലാം വൃഥാവിലായപ്പോൾ അധികാരത്തിൽ ദീർഘകാലം തുടരുക എന്ന തൻ്റെ ലക്ഷ്യം സാധിക്കുന്നതിന് ജനക്കൂട്ടത്തോടൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്നും ബുദ്ധിപരമെന്നും അദ്ദേഹം തീരുമാനിച്ചു. ഭൂരിപക്ഷ ജനസമൂഹത്തിന്റെ കയ്യടികളും അംഗീകാരവും ലഭിക്കുന്നതിന് തൻ്റെ മനസാക്ഷിയുടെ ഉൾബോധ്യങ്ങൾ വിട്ട് അയാൾ സത്യത്തിൽ നിന്നും അകന്നുപോയി. താൽക്കാലിക സൗകര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മനസാക്ഷിയെ പോലും നോക്കുകുത്തിയാക്കി നിർത്തുന്നതിലൂടെ ലഭിക്കുന്ന അധികാരങ്ങളും താൽക്കാലിക നേട്ടങ്ങളും ആധികാരികത നഷ്ടപ്പെട്ടതും ആത്മാവ് നഷ്ടപ്പെട്ടതുമായ അധികാരങ്ങൾ മാത്രമാണ്. മൂന്നാമത്, പീലാത്തോസ് യഹൂദരോട് തൻ്റെ മുമ്പിൽ നിന്നും യേശുവിനെ കൊണ്ടുപോയി അവരുടെ നിയമമനുസരിച്ച് വിസ്തരിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ ആരെയും മരണശിക്ഷയ്ക്ക് വിധിക്കാൻ തങ്ങൾക്ക് അധികാരമില്ലല്ലോ എന്ന് അവർ പറഞ്ഞു. ആരംഭം മുതൽ തന്നെ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പീലാത്തോസിനെ ഉപകരണമാക്കാൻ അവർ ശ്രമിക്കുകയായിരുന്നു. യേശുവിനെ കൊല്ലണമെന്ന് അവർ നിശ്ചയിച്ചു. അതിന് അവർക്ക് രാഷ്ട്രീയമായ അധികാരം ഇല്ലാതിരുന്നതുകൊണ്ട് റോമൻ ഗവൺമെന്റ് തങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരട്ടെ എന്ന് കരുതി.
അങ്ങനെ യഹൂദ മത നേതാക്കളുടെ കൈകളിലെ കേവല പാവയായി പീലാത്തോസ് തീരുകയായിരുന്നു. മറ്റൊരാളിനെ തങ്ങളുടെ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി നിഷ്കരുണം ഉപയോഗിക്കുന്നത് ഉപഭോക്ത സംസ്കാരത്തിന്റെ സൂചകമാണ്. മനുഷ്യർ സൃഷ്ടിക്കപ്പെടുന്നത് സ്നേഹിക്കപ്പെടുന്നതിനാണ്, വസ്തുക്കൾ ഉപയോഗിക്കപ്പെടുന്നതിന് വേണ്ടി. ഇതിന് വിപരീതമായി വസ്തുവകകളെ സ്നേഹിക്കുകയും വ്യക്തികളെ ഉപയോഗിക്കുകയും ചെയ്യുന്ന സംസ്കാരം പ്രബലപ്പെടുന്നത് കൊണ്ട് ലോകം ഇന്ന് വല്ലാത്ത ആശയക്കുഴപ്പങ്ങളിൽ വീണുപോകുന്നു. ഈ വേദഭാഗം നമ്മളോട് പറയുന്നത് നമ്മുടെ മതപരമായ അനുഷ്ഠാനാചാരങ്ങൾ കേവലം ബാഹ്യമായ ചടങ്ങുകളായി തീർന്ന് അവയുടെ അന്തസാരം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ്. അകവും പുറവും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെടുന്നതിന് നമ്മൾ നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്ന ആത്മീയ സംസ്കാരം നമ്മിൽ നിലനിർത്തണം. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി സത്യത്തിൽ നിന്ന് ദൂരം പാലിക്കുന്ന രീതി നമുക്കുണ്ടെങ്കിൽ അത് മാറ്റണം. സത്യത്തിൽ നിന്ന് ദൂരം പാലിച്ചാലും ആഗ്രഹിക്കുന്ന സമയത്ത് സത്യത്തിലേക്ക് മടങ്ങിയെത്താമെന്ന് വിചാരിക്കുന്നതിലെ മൗഢ്യം തിരിച്ചറിയുകയും ചെയ്യണം. പീലാത്തോസിന് അത് കഴിഞ്ഞില്ല എന്നത് നമ്മുടെ മുൻപിലുള്ള ഒരു മുന്നറിയിപ്പാണ്. വ്യക്തികൾ സ്നേഹിക്കപ്പെടാനും വസ്തുക്കൾ ഉപയോഗിക്കപ്പെടാനും ഉള്ളതായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ന്യായവിസ്താര സമയത്ത് പീലാത്തോസിന്റെ മനസ്സാക്ഷിയെ വെല്ലുവിളിച്ച കർത്താവേ, അവിടുന്ന് നിരന്തരമായി ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പാഠങ്ങൾക്കായി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളുടെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഉത്തരവാദിത്വ നിർവഹണങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഇടപെടലുകൾ, ഞങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ ഒന്നും ആർക്കും ഇടർച്ചയ്ക്കോ സങ്കടത്തിനോ കാരണമാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയിൽ പുതിയ വർഷം എല്ലാവരെയും പാലിച്ചു കൊള്ളണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.